ഹലോ മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രാമവാസി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമവാസി. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇടപ്പഴിഞ്ഞിലാണ് കേട്ടോ. ഇടപ്പഴിഞ്ഞി കേട്ടോ. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ല കയറി കിടക്കുകയാണ്. എന്തായാലും അവർ മീൻ പിടിക്കാനുള്ള എല്ലാ സെറ്റപ്പും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒഴുക്കിൽ എങ്ങനെ ചൂണ്ടയിടുമെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും അവർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതെ, പൊരിപ്പായിട്ട് ഇരയല്ലേ? നമ്മൾ കൊരിപ്പായിട്ട് ഇരയാണ് കേട്ടോ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ വെയിറ്റ് ഇട്ടാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് മീനടിച്ചു കേട്ടോ. നമ്മളെ ഫസ്റ്റ് മീനാണ് കേട്ടോ. ആറിൽ ഈ മഴ സമയത്ത് ആറിലേ കിട്ടുള്ളൂ. ആദ്യം കിട്ടിയ മീൻ അത്യാവശ്യം സൈസുള്ള മീനാണ് കേട്ടോ. ഭാഗ്യമുണ്ട് കേട്ടോ. ചൂണ്ട അധികം വിഴുങ്ങിയില്ല അറിയാ. എടുക്കാൻ പറ്റും കേട്ടോ എളുപ്പം. വെളിയിറങ്ങാൻ പറ്റില്ല, ഭയങ്കര മഴ. അവിടെ ഒന്ന് പാലിച്ച് വിട്ടറിയ. ഇല്ലടിയാ വാങ്ങാൻ പോയി. ഓ ഇപ്പം പോകുന്നുണ്ടോ? ഉരയല്ല, അതിനാ കൊന്നത്. നമ്മൾ ചൂണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂണ്ട റിമൂവ് ചെയ്ത് അതിനെ കൊന്നതാണ്. കൊന്നില്ലെങ്കിൽ വിഷയമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ 2 മുള്ളുണ്ട്. അളിയാ ചവിട്ട് വിട്ടിയാണ്. ഇതിൻ്റെ ബാക്കിൽ 2 മുള്ളുണ്ട്. ഇത് വെച്ച് അത് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ. ഭയങ്കര സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ 2 മുള്ളുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ മുള്ളു കണ്ടോ. ഭയങ്കര സീനാണ് കേട്ടോ ഈ മുള്ള്. ഇവിടെയുള്ള ഈ മുള്ളും ഇതിൻ്റെ ബാക്കിലുള്ള മുള്ളും ഭയങ്കര സീനാണ്. കയ്യിലടിച്ചു കഴിഞ്ഞാൽ കുറേ നേരം വെച്ചാനെത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ മീനിനെ കവറിലാക്കി കേട്ടോ. കവറിലല്ല, നമ്മൾ വലയിലാക്കിയിട്ട് വെള്ളത്തിലിടാൻ പോണ്. ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിടുന്നത്. അടുത്ത കിട്ടിയാട്ടാ. കുരുക്കല്ലേ. ഈ ആരലിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കഴുത്ത് ഒടിച്ച് കൊല്ലണം കേട്ടോ. അതാണ് എളുപ്പം. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊന്ന് കഴുത്തിനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടാക്കിയാൽ മതി.
എന്താ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുത്തിനെ പിടിച്ചൊന്ന് ബാക്കിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചാവും. സംഭവം എളുപ്പമാണ് കേട്ടോ അതിനെ കൊല്ലാൻ. ഇതിനെ പിടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനെ കൊന്നിട്ടല്ലാതെ ഇതിൻ്റെ വായിൽ നിന്ന് ചൂണ്ട എടുക്കരുത്. കാരണം കൊന്നില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ ഇതിൻ്റെ വായിൽ നിന്ന് ചൂണ്ട എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതായത് പറഞ്ഞുതരാം, സിമ്പിൾ ട്രിക്കാണ്. ബാക്കിയതോടെ ഒരു കമ്പ് കയറ്റുക, ചൂണ്ട കൊള്ളെടുത്തെടുത്ത് കമ്പിൽ വേണ്ട ജസ്റ്റ് ഒന്ന് കമ്പിലിങ്ങനെ വയ്ക്കുക, എന്നിട്ട് വലിച്ചാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. പലരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കേട്ടോ ഇതെടുക്കാൻ. പക്ഷേ ഇത്ര സിമ്പിളാണ് കേട്ടോ. രണ്ടാ കിട്ടിയ സാധനമാണ് കേട്ടോ. അത്യാവശ്യം സൈസുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുള്ള് കേട്ടോ. ഈ മുള്ള് കയ്യിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വച്ചനത്താണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ മീൻ അങ്ങനെ നമുക്കപ്പോൾ മൊത്തം 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് 2 2 ആദ്യം കിട്ടിയതിനെക്കാട്ടി സൈസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, നമ്മളടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഉള്ള ബ്രോയാണ് കേട്ടോ. ഇവിടെ ഉള്ള ഈ സൈറ്റിൽ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ളതാണ്. പുള്ളിക്കാരൻ കിട്ടി. ഓ, അത് ലൈവ് കേട്ടോ. പുള്ളിക്കാരനെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴേ അടുത്ത സാധനം കിട്ടിയട്ടോ. എന്താ പെട്ടക്കാട അടങ്ങട. ഓക്കെ, നമ്മൾ ചൂണ്ട അങ്ങനെ ഊരിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കിട്ടിയ മീൻ രണ്ട് ഇത് 2 എണ്ണം ചേർത്തത് 3 മീൻ. ഓക്കെ, മൂന്നെണ്ണം. ആദ്യം വന്നപ്പോൾ ഇത്തിരി ലേഗായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരം ഇരുന്നിട്ടാണ് ആദ്യത്തെ മീൻ അടിച്ചത്. ആദ്യത്തെ മീൻ അടിച്ചപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ചറവറ അടി തുടങ്ങി. പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. 3 എണ്ണം പെട്ടെന്ന് കിട്ടിയത് കേട്ടോ. ഇനി നോക്കാം.
ഇത്രയും ഒഴുക്കിൽ ആരലിനെ പിടിക്കാൻ ഈ മണ്ണീര കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ എന്തും ഒഴുക്കുള്ള വെള്ളമാണോ മണ്ണീര ബെസ്റ്റാണ് സംഭവം. അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത അടിച്ചിട്ടുണ്ട്. ഇടയ്ക്കാണല്ലേ അത് നെടുമീൻ്റെ കുട്ടിയായിരുന്നു കേട്ടോ. അതിന് മേളിലെടുത്തപ്പോൾ അതിനെ കടി വിട്ട് കറക്റ്റ് ഹുക്കായില്ലായിരുന്നു. അത് കറക്റ്റ് ഹുക്കായില്ല, ഹുക്കപ്പായില്ല. അത് നെടുമീൻ്റെ ഒരു കുട്ടിയായിരുന്നു ആ സംഭവം. ഈ മഴയത്ത് നമ്മൾ ഇത്രയും വെള്ളത്തിൽ ചൂണ്ടയിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഹുക്കായെന്ന് തോന്നുമ്പോൾ തന്നെ വെട്ടിയെടുത്തോളണം. ഇല്ലെങ്കിൽ ഇത് കല്ലിൻ്റെ ഇടയിൽ കൊണ്ട് കയറും. ആരലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കല്ലിൻ്റെ ഇടയിൽ തിരിച്ചു കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട പൊട്ടിക്കേണ്ടി വരും. മീനിനെയും കിട്ടൂല, ചൂണ്ടേനെയും കിട്ടൂല. അതുകൊണ്ട് മീൻ കയറിയ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ വെട്ടിയെടുത്തോളണം. അത് മീനുകൊണ്ട് കുരുക്കി കേട്ടോ. അവിടെ മീനുകൊണ്ട് കുരുക്കി പുള്ളി അത് എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അവിടെ ചവിട്ടി നിൽക്കാൻ ഗ്രിപ്പുണ്ടെങ്കിലാണ് അങ്ങനെ. പിന്നെ പുള്ളി ഇവിടുത്തെ ആളായതുകൊണ്ട് കറക്റ്റ് അറിയാം ഇവിടെയൊക്കെ ചവിട്ടി നിൽക്കാനുള്ള ഗ്രിപ്പുണ്ടെന്നൊക്കെ അറിയാം. പൊട്ടി എന്തായാലും പൊട്ടി കേട്ടോ, ചൂണ്ട പൊട്ടി. അവനൊരു മീൻ അടിച്ചു ചേട്ടാ, ഒരു കൊച്ചു നെടുമീൻ. എന്തായാലും നമ്മൾ അതിനെ റിലീസ് ചെയ്യാൻ പോകും. അതിനെ ഊരിവിടാം. അളി കഴിഞ്ഞിട്ടോ അളി, അതിനെ ഊരിവിടാം. അതിനെ മൊത്തം തുലച്ചടേ, അത് മൊത്തം കുരുക്കി. കുഞ്ഞു മീനേട്ടാ, കുഞ്ഞു മീൻ. അതുകൊണ്ട് അതിനങ്ങ് റിലീസ് ചെയ്യാൻ പോകും. പോയി വളർന്നിട്ട് വരട്ടെ, നമുക്ക് പിന്നീട് പിടിക്കാം. എടേ നീ അടങ്ങടേ, നിന്നെ വിടാടേ. എന്നാ പോ, അത്രേ ഉള്ളൂ. അതിനെ വിട്ടിട്ടുണ്ട്. ഫുള്ള് ചൂണ്ടൊരവസ്ഥയൊക്കെയാണ്. മൊത്തം കുരുക്കിട്ട് തൊലച്ച് വന്നു. നെടുമീൻ അത് കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ചൂണ്ടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥയാണ്. മൊത്തം ചൂണ്ടനെ കുരുക്കി തുലച്ചള. അതിനെ വിട്ട് റിലീസ് ചെയ്തതിനെ. കുഞ്ഞു മീനായിരുന്നു, കുഞ്ഞു മീൻ. മീനടിച്ചിട്ടുണ്ട് ചേട്ടാ. അറിയുന്നില്ല, നേരത്തെ ഒരെണ്ണം എൻ്റെ ഒന്ന് പാളിപ്പോയതാണ്. പാള അവസരം കൊടുക്കരുത്. ചടല്. നേരത്തെ ഒരെണ്ണം എൻ്റെ ഒന്ന് പോയി.
നമ്മൾ ചൂണ്ട റിലീസ് ചെയ്തേട്ടാ. ഇതാണ് സാധനം. ണ്ട് കേട്ടോ. ആ ഹുക്ക് ചെയ്തില്ലേ? കാണിച്ചു പോയില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ നല്ല സന്ധ്യയായി. സമയം ഇപ്പോൾ ഒരു 6:30-7 മണിയാവും കേട്ടോ. നല്ല നേരം, നല്ല സന്ധ്യയായി. ഇപ്പോൾ എത്ര എണ്ണം കിട്ടിയാ? 4-5 6 എണ്ണം കിട്ടി. 6 മീൻ കിട്ടി. നോക്കാം നമുക്ക്. കറക്റ്റ്. കാരണം അതിൻ്റെ വരയൊക്കെ മാഞ്ഞ് ഇനി നിളയില്ല ഇതിന്. കളറുള്ളിടത്തെല്ലാം ചത കയറി പെരുവി. സൈസ് നോക്കിയാണ് അതിൻ്റെ.